നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. മുറിയെല്ലാം ചുറ്റിക്കറങ്ങുന്ന പോലെയുള്ള തലചുറ്റൽ. ഇത് പെട്ടെന്ന് തുടങ്ങുന്നു, പിന്നെ മാറാതെ തുടർച്ചയായി നിൽക്കുന്നു. തലചുറ്റൽ കാരണം രോഗിക്ക് നടക്കാൻ പറ്റുന്നതേയില്ല. നടക്കുമ്പോൾ ഒരു വശത്തേക്ക് വേച്ചു പോകുന്നു. നിർത്താതെയുള്ള ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത്. നേരത്തെ തലചുറ്റലിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. തലചുറ്റൽ വരുന്നതിൻ്റെ ഏറ്റവും കോമൺ ആയ കാരണം ഇയർ ബാലൻസ് ആണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തല വെട്ടിക്കുമ്പോൾ ആ സമയത്ത് മുറിയെല്ലാം ചുറ്റിക്കറങ്ങുന്ന പോലെ വരുന്ന തലചുറ്റൽ, അത് ഒരു മിനിറ്റിൽ താഴേക്ക് നിൽക്കുന്നു, മാറുന്നു. ഇതിനാണ് BPPV അല്ലെങ്കിൽ എല്ലാവരും ഇയർ ബാലൻസ് എന്ന് വിളിക്കാറുള്ളത്. ഇതിന് വിരുദ്ധമായി തല ചെരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ തലചുറ്റൽ ഉണ്ടാവുക, നീണ്ട സമയത്തേക്ക് ഉണ്ടാവുക, അതാണ് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസിൻ്റെ ലക്ഷണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ തലച്ചോറിൽ വരുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലാർ ആക്സിഡൻറ്റും ഈ രീതിയിലുള്ള നീണ്ടു നിൽക്കുന്ന തലചുറ്റലുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തലചുറ്റലുണ്ടായാൽ അത് നീണ്ടു നിൽക്കുന്നുവെങ്കിൽ അത് സ്ട്രോക്ക് അല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ. എന്താണ് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസിൻ്റെ കാരണം? പലപ്പോഴും ഒരു പനി, ജലദോഷം, തുമ്മൽ, ഇങ്ങനെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച വരെയൊക്കെ കഴിഞ്ഞായിരിക്കും ഈ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് തുടങ്ങുക. തലച്ചോറിൽ നിന്ന് ചെവിയിലേക്ക് പോകുന്ന വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്, ഇതാണ് ബാലൻസിനും കേൾവിക്കും നമുക്ക് സഹായിക്കുന്നത്. അതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബാലൻസിന് സഹായിക്കുന്ന വെസ്റ്റിബുലാർ കമ്പോണൻറ്റ്, 2 കേൾവിക്ക് സഹായിക്കുന്ന കോക്ലിയർ കമ്പോണൻറ്റ്. ഇതിൽ ഈ ബാലൻസിന് സഹായിക്കുന്ന വെസ്റ്റിബുലാർ കമ്പോണൻറ്റിനെ വൈറൽ ഇൻഫെക്ഷൻസ് ബാധിക്കുമ്പോഴാണ് വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പനി, ജലദോഷം, തുമ്മലൊക്കെ കഴിഞ്ഞതിന് ശേഷം ശക്തമായ തലചുറ്റൽ തുടങ്ങിയാൽ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ആകാം. ഈ രോഗി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ നിർത്താതെയുള്ള തലചുറ്റൽ, അതിൻ്റെ ഒപ്പം ഛർദ്ദിക്കാനൊക്കെ വരിക, നടക്കുമ്പോൾ വേച്ചു പോവുക, ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക. സാധാരണഗതിയിൽ ഇവർക്ക് കേൾവിക്കുറവൊന്നും ഉണ്ടാവുകയില്ല, ചെവിയിൽ മൂളലൊന്നും ഉണ്ടാവുകയില്ല. അതുകൂടെ ഉണ്ടെങ്കിൽ കോക്ലിയർ കമ്പോണൻ്റ് കൂടെ ബാധിക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തലയുടെ സ്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായും നോർമലായിരിക്കും. പലപ്പോഴും ഈ രോഗികളിൽ കേൾവി ബാധിക്കപ്പെട്ടിട്ടില്ല എന്ന് നോക്കാൻ നമ്മൾ ഓഡിയോമെട്രി എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ചെയ്യും. പ്രധാനമായും രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും ചില പരിശോധനകളിലുള്ള സയൻസിലൂടെയാണ് നമ്മൾ ഇത് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഹെഡ് ഇമ്പൾസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രോഗിയുടെ തല സൈഡിലേക്ക് വെട്ടിക്കുമ്പോൾ കണ്ണ് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ആണോ എന്ന് ഉറപ്പാക്കാൻ ഡോക്ടറിനെ സഹായിക്കും. ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വരാം. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ഉള്ള രോഗികൾക്ക് തുടക്കത്തിൽ രോഗം കൺട്രോൾ ആകുന്നതിനും ഡാമേജ് സ്ഥിരമായി പോവാതിരിക്കാനും നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കും. 3 മുതൽ 5 ദിവസം വരെ നല്ല ഡോസിൽ നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുക്കും. ആ സമയത്ത് പ്രഷറും ഷുഗറും ഒക്കെ പൊങ്ങിപ്പോകാനുള്ള അപകട സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് നമ്മൾ രോഗിക്ക് വെസ്റ്റിബുലാർ സെഡേറ്റീവ്സ് കൊടുക്കും. ബീറ്റാഹിസ്റ്റീൻ, സിനാരിസിൻ എന്നൊക്കെയുള്ള ചില മരുന്നുകളാണ് തലചുറ്റലും അതിൻ്റെ അസ്വസ്ഥത കുറയ്ക്കാനും നമ്മൾ കൊടുക്കുക. പിന്നെ രോഗിയുടെ ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് ഛർദ്ദിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകളും കൊടുക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ നീണ്ട കാലത്തേക്ക് രോഗികൾക്ക് തലചുറ്റലിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുകയില്ല. അത്
പൂർണ്ണമായും രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് കൊടുത്ത് ബാലൻസ് ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കുന്ന വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ എക്സർസൈസസ് തുടങ്ങുകയാണ് ഈ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഈ എക്സർസൈസ് സ്ഥിരമായി ചെയ്താൽ ഏകദേശം നോർമലായ ഒരു അവസ്ഥയിലേക്ക് ഈ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ഉള്ള രോഗിക്ക് എത്താൻ സാധിക്കും. പിന്നെ ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു വൺ ടൈം ഇൽനെസ്. ഇയർ ബാലൻസ് ഒക്കെ പോലെ ഒരു പ്രാവശ്യം വന്നു മാറിപ്പോയാലും ഭാവിയിൽ പിന്നെയും വരും എന്നില്ല. ഒരു തവണ വൈറൽ ഇൻഫെക്ഷനൊക്കെ ശേഷം വരുന്നതാണ് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്. വന്ന് അതിനെ കൃത്യമായി ചികിത്സിച്ചാൽ ഭാവിയിൽ പിന്നെയും പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷെ വന്ന സമയത്ത് നമ്മൾ കൃത്യമായി ചികിത്സിച്ചിട്ടില്ല, വന്ന സമയത്ത് കൃത്യമായി എക്സർസൈസുകൾ ചെയ്തിട്ടില്ല എങ്കിൽ പലപ്പോഴും ഈ രോഗികൾക്ക് എപ്പോഴും വേച്ചു പോവും, വീണേക്കും എന്നുള്ളൊരു പേടിയും അസ്വസ്ഥതയുമൊക്കെ ബാക്കി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറിനെ കാണാനും പലപ്പോഴും അഡ്മിറ്റൊക്കെ ആയി വേണ്ട ചികിത്സ എടുക്കാനും വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ഉള്ള ഒരു രോഗി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്ദി.